ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ഇന്ത്യയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണം ബംഗാളിൽ. കൊളോണിയൽ ഭരണം ആദ്യമായി സ്ഥാപിതമായത് ബംഗാളിലാണ്. ഗ്രാമീണ സമൂഹങ്ങളെ പുനഃക്രമീകരിക്കുന്നതിനും അവകാശങ്ങളുടെ ഒരു പുതിയ ഭരണക്രമവും ഒരു പുതിയ നികുതി സമ്പ്രദായവും ആവിഷ്കരിക്കുന്നതിനുള്ള ഏറ്റവും ആദ്യത്തെ ശ്രമങ്ങൾ നടന്നത് ബംഗാളിലാണ്. 1770-കളോടെ ബംഗാളിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായതിൻ്റെ പ്രധാന കാരണങ്ങളാണ് അടുത്തതായിട്ട് അടിക്കടിക്കുള്ള ക്ഷാമം, കുറഞ്ഞു വരുന്ന കാർഷികോൽപാദനം എന്നിവയാണ്. കാർഷിക രംഗത്തെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൃഷിയും വ്യാപാരവും രാജ്യത്തിൻ്റെ റവന്യൂ വിഭവങ്ങളും എല്ലാം തന്നെ വികസിപ്പിച്ചെടുക്കാനാവുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ കരുതി. പിന്നെ സെമീന്ദാർമാർ എന്ന വിഭാഗമായി പരിഗണിക്കപ്പെട്ട ഇവർ ശാശ്വതമായി നിശ്ചയിക്കപ്പെട്ട നികുതി നൽകണമായിരുന്നു. ഈ നിർവചനപ്രകാരം സെമീന്ദാർ ഗ്രാമത്തിലെ ഒരു ഉടമയല്ല, മറിച്ച് സർക്കാരിനു വേണ്ടി നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു. പിന്നെ സെമീന്ദാർമാർക്ക് കീഴിൽ നിരവധി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. കമ്പനിയുടെ കണക്കുകൾ അനുസരിച്ച് ഒരു സെമീന്ദാരിക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങൾ ഒരു റവന്യൂ എസ്റ്റേറ്റ് ആയി രൂപം കൊണ്ടു. പിന്നെ ഒരു എസ്റ്റേറ്റിനു മുഴുവനായുള്ള നികുതി കമ്പനി നിശ്ചയിച്ച ഈ നികുതിയാണ് സെമീന്ദാർ കരാർ പ്രകാരം നൽകേണ്ടിയിരുന്നത്. പിന്നെ സെമീന്ദാർ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും വാടക പിടിച്ചെടുക്കുകയും കമ്പനിക്ക് കൊടുക്കേണ്ട നികുതി നൽകുകയും ബാക്കി വരുന്ന തുക സ്വന്തം വരുമാനമാക്കുകയും ചെയ്തു. പിന്നെ അടുത്ത സെമീന്ദാർ കമ്പനിക്ക് പതിവായി നികുതി നൽകണമായിരുന്നു. ഇതിൽ വീഴ്ച വരുത്തിയാൽ അയാളുടെ എസ്റ്റേറ്റ് ലേലം ചെയ്യുമായിരുന്നു. അപ്പം അത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ നഗോഡകളാണ് അടുത്തത് പറയുന്നത്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു ഈ നഗോഡകൾ. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം സ്ഥാപിച്ചതോടെ ഉദ്യോഗസ്ഥർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കുന്നതിനായി കണ്ടെത്തിയ മാർഗമാണ് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുന്നത്. പിന്നെ അടുത്തായിട്ട് ഇന്ത്യൻ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു. പിന്നെ നിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിന് കാരണമായിരുന്നു. പിന്നെ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിത തുണികൾക്ക് വിലക്കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായത് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയ ഉയർന്ന നികുതി അവയുടെ വില വർദ്ധിപ്പിക്കാൻ കാരണമായ ഘടകങ്ങളാണ്. പിന്നെ വ്യവസായ തകർച്ചയുടെ പ്രത്യാഘാതങ്ങളാണ്. വ്യവസായ കേന്ദ്രങ്ങളായിരുന്ന നഗരങ്ങൾ ജനരഹിതമായി. തൊഴിലാളികൾ ഗ്രാമങ്ങളിലേക്ക് കുടിയേറുകയും കാർഷിക മേഖലയിലേക്ക് തിരിയുകയും ചെയ്തു. കൃഷിയെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. കൃഷിയിടങ്ങൾ ചെറിയ തുണ്ടുകളാവുകയും ഉൽപാദനം കുറയുകയും ചെയ്തു. പിന്നെ ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച ആരംഭിച്ച നഗരങ്ങളിൽ നിന്നായിരുന്നു. പിന്നെ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടമാണ് 19-ാം നൂറ്റാണ്ടിലാണ്. പിന്നെ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം തോട്ടം വ്യവസായമാണ്. പിന്നെ ആധുനിക വ്യവസായങ്ങളിലെ തൊഴിലുകളുടെ അവസ്ഥ ശോചനീയമാവാൻ കാരണം മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, പിന്നെ കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ എന്നിവയാണ്. പിന്നെ ഇന്ത്യൻ തുണി വ്യവസായങ്ങളുടെ തകർച്ചയുടെ കാരണങ്ങളാണ് അടുത്തായിട്ട്. അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, യന്ത്രനിർമ്മിതവും വിലകുറഞ്ഞതുമായ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, പിന്നെ റെയിൽവേയുടെ വ്യാപനം തുടങ്ങിയവയാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത് മൺപാത്ര നിർമ്മാണം, അതിൻ്റെ തകർച്ചയുടെ കാരണങ്ങളും പറയുന്നുണ്ട്, ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത്. പിന്നെ വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യമായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി
വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞത് ജർഗൻ കുസിയാസ്കിയാണ്. പിന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ് അടുത്തായിട്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന വിളകളാണ് അടുത്തതായിട്ട് പറയുന്നത്. വിള നീലം പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ തുടങ്ങിയവയാണ്. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്, തേയില അസം, കേരള. പിന്നെ ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളാണ്. പിന്നെ ജോട്ടേദാർമാരിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബംഗാളിലെ ധനികരായ കർഷകർ അറിയപ്പെട്ടിരുന്നത് ഈ ഒരു പേരിലായിരുന്നു. പിന്നെ ഇവരുടെ സവിശേഷതകളാണ് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്നു. പ്രാദേശിക വ്യാപാരം നിയന്ത്രിച്ചിരുന്നു. കർഷകർക്ക് പണം പലിശയ്ക്ക് നൽകിയിരുന്നു. പിന്നെ ജോട്ടേദാർമാരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നത് പങ്കാളിത്ത പാട്ടക്കാരായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ജോട്ടേദാർമാർ ശക്തമായിരുന്നു. ഗാർഡിദാസ് അഥവാ മണ്ഡൽസ് എന്നീ പേരുകളിൽ ജോട്ടേദാർമാർ അറിയപ്പെട്ടു. പിന്നെ അടുത്തതായിട്ട് ലേലഭൂമി പുറമെ നിന്നുള്ളവർ വാങ്ങാതിരിക്കുവാൻ വേണ്ടിയുള്ള ജമീന്മാരുടെ ഗുണ്ടകൾ അറിയപ്പെട്ടിരുന്നത് ലാത്തിയാൾസ് എന്ന പേരിലാണ്. പിന്നെ 5ാം റിപ്പോർട്ടാണ് അടുത്തതായിട്ട്. എലിസബത്ത് രാജ്ഞിയുടെ അനുവാദപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് CE 1600-ലാണ്. വർഷാവർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കാൻ കമ്മിറ്റികൾ രൂപീകരിച്ചു. അത്തരം ഒരു റിപ്പോർട്ടാണ് 5ാം റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ 1002 പേജുകളിൽ 800-ലേറെ പേജുകളും അനുബന്ധങ്ങളായിരുന്നു. പിന്നെ അടുത്തത് ബർദ്വാനിൽ നടന്ന ലേലം. ബർദ്വാനിലെ ലേലം നടന്നത് 1797-ലാണ്. പിന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി നികുതി നൽകാത്തതിൻ്റെ പേരിലുണ്ടായ സംഭവമാണിത്. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട നികുതി കുടിശ്ശിക തീർപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ലേലത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഉയർന്ന തുകയ്ക്ക് ലേലം പിടിച്ചവർ ബർദ്വാനിലെ രാജാവിൻ്റെ ബിനാമികൾ ആണെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അടുത്തത് ബിനാമിയാണ്. ഭൂമിയുടെയോ മറ്റേതെങ്കിലും വസ്തുവിൻ്റെയോ കൈമാറ്റത്തിൽ യഥാർത്ഥ ഉടമ രംഗത്ത് വരാതെ മറ്റൊരാളുടെ പേരിൽ കൈമാറ്റം നടത്തുന്ന രീതിയാണിത്. ബിനാമി എന്ന വാക്കിനർത്ഥം അജ്ഞാതൻ എന്നാണ്.